ശാന്തി. മനസ്സിൽ സമ്പൂർണമൂർത്തി ബാപ്പ് സമാനമാകാനുള്ള ലക്ഷ്യത്തോടെ ബാബയിൽ ഞാൻ സമ്പൂർണ്ണ സമർപ്പണമാകുന്നു. എൻ്റെ ഓരോ സങ്കല്പവും ബാബയിൽ സമർപ്പണമാണ്. ഓരോ സെക്കൻഡും ഓരോ കർമ്മവും ഞാൻ സമർപ്പണം ചെയ്യുന്നു. സംബന്ധവും സമ്പത്തും ഏതായാലും അത് ഞാൻ സമർപ്പണം ചെയ്യുന്നു. സാക്ഷി സ്ഥിതിയിൽ സുഖം, ശാന്തി, പവിത്രത, പ്രേമം, ആനന്ദം, ഈ അവിനാശി സമ്പത്തെല്ലാം ഞാൻ അന്യ ആത്മാക്കളുടെ പ്രതി സേവയിൽ സമർപ്പിക്കുന്നു. ശുഭചിന്തകനായി, മഹാദാനിയായി സർവർക്കും അവിനാശി ഖജാനകൾ ഞാൻ ദാനം ചെയ്യുന്നു. എൻ്റേത് എന്നത് ഒരു ബാബയിൽ സമാവേശമാക്കി ഞാൻ ബാബ് സമാനമാകുന്നു. ഞാൻ എൻ്റെ ദിവ്യ ബുദ്ധി, മൂന്നാം നേത്രം സദാ ഒരു ലക്ഷ്യത്തിൽ ഏകരസസ്ഥിതിയിൽ ഒന്നിൽ മാത്രം മഗ്നമായി മസ്തകത്തിൽ മൂന്നാം നേത്രത്തിൻ്റെ സാക്ഷാത്കാരം ചെയ്യിപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം അമൃതവേള മുതൽ എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹം ഞാൻ ബാപ്പ് ദാദയ്ക്ക് അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭൂരിപക്ഷം കുട്ടികളും ഇത് ആഗ്രഹിക്കുന്നു. ബാബ് സമാനമായി ബാബയുടെ അടുത്തെത്തണം. സമാനമാകുന്നതിൻ്റെ ഇച്ഛ വളരെ തീവ്രമാണ്. ബാപ്പ് ദാദയും കുട്ടികളോടിതാണ് പറയുന്നത്: സമാനമായി ഭവിക്കട്ടെ, സമ്പന്നമായി ഭവിക്കട്ടെ, സമ്പൂർണമായി ഭവിക്കട്ടെ. അതിനായി ഞാൻ സദാ സ്നേഹസാഗരത്തിൽ അലിഞ്ഞു ചേരുകയാണ്. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഞാൻ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നു. ബാപ്പ് ദാദയുടെ ചിത്രവും ചരിത്രവും ഞാൻ സ്മൃതിയിൽ സ്പഷ്ടമാക്കുന്നു. ഞാൻ സദാ സഹജമായി ബാപ്പ് ദാദയുടെ കൈ തനിക്ക് മേലെ അനുഭവമാക്കുന്നു.
ബാപ്പ് ദാദയുടെ സ്നേഹം ഛത്രഛായയായി എന്നെ മായാജീത്താക്കുന്നു. ഇന്നത്തെ ദിവസം ഞാൻ ബാബാ 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 ഈ ഒരേ ഓർമ്മയിൽ ലൗലീനമായിരുന്നു. സ്നേഹത്തിൻ്റെ ശക്തി എളുപ്പം മുക്തമാക്കി മാറ്റുന്നു. എൻ്റെ ബ്രാഹ്മണ ജന്മത്തിൻ്റെ ആദ്യ സമയത്തിൽ എനിക്ക് ജ്ഞാനവും യോഗവും ലഭിച്ചു. എന്നാൽ സ്നേഹം എന്നെ ആകർഷിച്ച് ബാബയുടേതാക്കി മാറ്റി. സ്നേഹത്തിൻ്റെ ശക്തിയിൽ ഞാൻ പരിശ്രമത്തിൽ നിന്നും മുക്തമാകുന്നു. സ്നേഹത്തിൻ്റെ ശക്തി ഞാൻ സദാ കാര്യത്തിൽ ഉപയോഗിക്കുന്നു. സ്നേഹം സഹജമായി തന്നെ ബാബ് സമാനമാക്കുന്നു. ബാപ്പ് ദാദ സദാ ഓരോ കുട്ടിയെയും ഇമേർജ് ചെയ്ത് വിശേഷിച്ച് സമാനമാകുന്നതിൻ്റെ സഹയോഗം നൽകിക്കൊണ്ടിരിക്കുകയാണ്. സാകാര രൂപത്തിൽ സദാ കുട്ടികളുടെ കൂടെ കഴിഞ്ഞതുപോലെ ബ്രഹ്മബാബ വദനത്തിലും കുട്ടികളുടെ കൂടെ തന്നെ കഴിയുന്നു. അവ്യക്ത രൂപത്തിൽ ഓരോ കുട്ടിയോടും എത്ര സമയം വേണമോ എപ്പോൾ വേണമോ കൂട്ട് നിറവേറ്റുന്നു. അവ്യക്ത രൂപത്തിൽ പവിത്ര ഗൃഹസ്ഥരുടെ അടുക്കലും ചുറ്റിക്കറങ്ങുന്നു. സദാ കുട്ടികളെ സമാനമാക്കുന്നതിൻ്റെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇന്ന് ബാപ്പ് ദാദ കുട്ടികൾക്ക് പരിശ്രമമുക്തരായി ഭവിക്കട്ടെ എന്ന വരദാനം നൽകുന്നു. ഞാൻ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഡബിൾ ലൈറ്റായിരുന്ന കാര്യം ചെയ്യുന്നു. അപ്പോൾ പരിശ്രമം മനോരഞ്ജനമാകുന്നു. സംഗമയുഗം പരിശ്രമത്തിൽ നിന്നും മുക്തരായി ആനന്ദത്തിൽ കഴിയാനുള്ള യുഗമാണ്. ആത്മാ പരമാത്മാ സ്നേഹത്തിൻ്റെ യുഗമാണ്. മിലനത്തിൻ്റെ യുഗമാണ്. ഞാൻ ദൃഢസങ്കല്പം ചെയ്യുന്നു, ഇന്നു മുതൽ പരിശ്രമത്തിൽ നിന്നും മുക്തമായിരിക്കും. ഞാൻ സ്നേഹത്തിൻ്റെ സാഗരത്തിൽ മുങ്ങിയിരിക്കുന്നു. ബാബയുടെ സ്നേഹത്തിൽ ഞാൻ പഴയ ലോകത്തെ അർപ്പിക്കുന്നു. സമയാനുസരണം
പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിൽ പോകുന്ന പുരുഷാർത്ഥം ചെയ്യുന്നു. ബ്രഹ്മബാബയിൽ ആദ്യം മുതൽ അന്ത്യം വരെ പരിധിയില്ലാത്ത വൈരാഗ്യമുണ്ടായിരുന്നു. മനസ്സ് മന്മനാഭവ തന്നെ ആയിരുന്നു. സ്നേഹി കുട്ടികൾ, അനന്യ കുട്ടികൾ മുന്നിലുണ്ടായിട്ടും പരിധിയില്ലാത്ത വൈരാഗ്യമായിരുന്നു. എപ്പോൾ മുതൽ ഞാൻ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി ഇമോർജാക്കുകയാണ്? അച്ഛനെ പിന്തുടരുന്നു. പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയില്ലാതെ സകാശിന്റെ സേവനം സംഭവിക്കുകയില്ല. സമയത്തിന്റെ വേഗത തീവ്രമാണ്. പുരുഷാർത്ഥത്തിന്റെ വേഗത കുറവാണെങ്കിൽ പാസ് വിത്ത് ഓണറാകാൻ സാധ്യമല്ല. സൂക്ഷ്മ ആകർഷണത്തിൽ ബന്ധിക്കപ്പെട്ടു പോകുന്നു. ഞാൻ ആകർഷണമുക്ത പരിധിയില്ലാത്ത വൈരാഗിയാകുകയാണ്. സമ്പൂർണതയുടെ ദർപ്പണത്തിലൂടെ ഞാൻ സൂക്ഷ്മമായ ആകർഷണത്തെ പരിശോധിക്കുന്നു. ബ്രഹ്മബാബയുടെ സ്മൃതി ദിവസം എല്ലാ തീരങ്ങളും വിട്ട് മുക്തമായി മാറുന്നു. ഇതാണ് ഞാൻ ബ്രഹ്മബാബയ്ക്ക് നൽകുന്ന സമ്മാനം. ബാപ്ദാദ സദാ കുട്ടികളുടെ ഹൃദയത്തിൽ കഴിയുന്നു. ബാബയുടെ ഹൃദയത്തിൽ അലിഞ്ഞ കുട്ടികൾക്ക് ബാബ സ്നേഹത്തിന്റെ മുത്തുകൾ നിറച്ച താലങ്ങൾ നൽകുന്നു. ഞാൻ ബാപ്ദാദയുടെ വരദാനത്തിന്റെ സ്വരൂപമാകുകയാണ്. സങ്കല്പമാകുന്ന ബീജത്തെ സദാ സമർത്ഥമാക്കുന്ന ജ്ഞാനി തൂ ആത്മാവായി ഭവിക്കൂ. ഞാൻ പ്രകാശമാണ്, ജ്ഞാനം പ്രകാശമാണ്, വ്യർത്ഥം അന്ധകാരമാണ്. അതിനാൽ ജ്ഞാനി തൂ ആത്മാവെന്നാൽ ഓരോ സങ്കല്പമാകുന്ന ബീജവും സമർത്ഥമായിരിക്കും. വാക്കും കർമ്മവും സംബന്ധവും സഹജമായി സമർത്ഥമാകും. സത്യയുഗത്തിൽ പോകാനായി ഞാൻ യോഗിയാകുന്നു, യോദ്ധാവല്ല. ഓം ശാന്തി.